എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബുധനാഴ്ച ലഭിക്കും. വിതരണ നടപടികൾ ആരംഭിച്ചു. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം 2026 ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ജനറേഷൻ പ്രവർത്തനങ്ങൾക്കായി സേവന പെൻഷൻ വെബ്സൈറ്റ് 20/2/26 5 മണിക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 20-ാം തീയതിക്ക് മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അറിയിച്ചതാണ് ഇക്കാര്യം. 2025 വർഷത്തെ മസ്റ്ററിംഗ് പരാജയപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതും 2025 വർഷത്തെ വിവാഹിത പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾ ആയത് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതും അപ്ലോഡ് ചെയ്യൽ, സമർപ്പിക്കൽ, റിവോക്ക്, ഡാറ്റ കറക്ഷൻ എന്നീ നടപടികൾ 20/2/2026 5 മണിക്ക് മുമ്പായി പൂർത്തീകരിക്കേണ്ടതാണ് എന്നും ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്ത് ആധികാരികമാക്കേണ്ടതാണ് എന്നും പ്രാദേശിക സർക്കാരുകളെ 20-ാം തീയതിക്ക് മുമ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ 20-ാം തീയതിയോട് കൂടിയിട്ട് സേവന സൈറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അതാത് മാസത്തെ പെൻഷൻ അതാത് സമയത്ത് തന്നെ വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ അംഗീകരിച്ച പെൻഷൻ അപേക്ഷകൾ ഉണ്ട് എങ്കിൽ അത് 20-ാം തീയതിക്ക് മുമ്പ് തന്നെ അപ്രൂവ് ചെയ്ത് ഡിജിറ്റൽ സൈൻ ചെയ്യേണ്ടതാണ് എന്നും ഈ നിർദ്ദേശത്തിൽ അറിയിച്ചിട്ടുണ്ട്. 2025 വർഷത്തെ വിവാഹിത പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സമയപരിധി മാർച്ച് 31 വരെ ഉള്ളതിനാലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി ജൂൺ 30 വരെ ഉള്ളതിനാലും തിരക്ക് കൂട്ടി പുതിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്നും ബിൽ പ്രവർത്തനങ്ങൾക്ക് ശേഷം അപ്ലോഡ് ചെയ്യാവുന്നതാണ് എന്നും വിവരം പ്രാദേശിക സർക്കാരുകളെ ഈ റിപ്പോർട്ടിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ 20-ാം തീയതിക്ക് മുമ്പ് ഈ നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് തിങ്കളാഴ്ച, നാളെ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ബുധനാഴ്ചയാണ് സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2026 ഫെബ്രുവരി മാസത്തെ 2000 രൂപ വിതരണം ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈയിലേക്കും പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ 24.64 ലക്ഷം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 24-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 2000 രൂപ ക്രെഡിറ്റ് ആകുന്നതാണ്. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 300, 200, 500 രൂപയുടെ കുറവുണ്ടാകും. ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു തുകയും എത്തിച്ചേരുന്നതാണ്. ആ ഒരു തുക വിതരണത്തിന് വേണ്ടി മുൻകൂറായി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചിട്ടുണ്ട്. ആകെ 1050 കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. കയ്യിൽ പെൻഷൻ വിതരണം വെള്ളിയാഴ്ചയ്ക്കായിട്ട് ആരംഭിക്കുന്നതാണ്. സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം പണവും എത്തണം, അതുപോലെ തന്നെ ലിസ്റ്റും എത്തേണ്ടതുണ്ട്. പുതിയ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും പെൻഷൻ റദ്ദാക്കിയിട്ടുണ്ട് എങ്കിലും അതൊക്കെ കണക്കാക്കിയിട്ടാണ് ലിസ്റ്റ് എത്തുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പെൻഷൻ വിതരണത്തിന് 2 ദിവസത്തെയെങ്കിലും കാലതാമസം എടുക്കും. കയ്യിൽ വിതരണത്തിന് വെള്ളിയാഴ്ചയെങ്കിലും താമസം എടുക്കും. മാർച്ച് 5-ന് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കും. മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനാണ്. ഇന്നു മുതൽ വിതരണം ആരംഭിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. 2 മാസത്തെ 3200 ഈ മാസം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവർക്ക് ലഭിക്കും എന്നാണ് അറിയുന്നത്. അപ്പൊ ആർക്കെങ്കിലും തുക ലഭിച്ചാൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബുധനാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് വിതരണം ആരംഭിക്കുന്നതാണ്. അടുത്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത മാസം 10 കഴിഞ്ഞ് വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മാർച്ച് 10-നും 20-നും ഇടയിലാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരെ.